ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വന്ന് കിടന്നുറങ്ങിയ ആ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഈവനിങ് ലൈറ്റ് പോലെ തന്നെ രാവിലത്തെ ലൈറ്റിലും ഈ സ്ഥലത്ത് നല്ല ഭംഗിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. അടിപൊളിയല്ലേ? ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ അൺഡിസൈഡഡ് ആണ്. ഇന്ന് ഒന്നെങ്കിൽ ഞാൻ കാശ്മീരിലേക്ക് തിരിച്ചു പോകും. എനിക്കവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞ് ഉടനെ വരും. കാശ്മീരിൽ പോയ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഈദ് കൂടാം, അടിച്ചു പൊളിക്കാം, അങ്ങനൊരു സംഭവമുണ്ട്. നോക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ളത്. വെൽക്കം ടു ന്യൂ വീഡിയോ ഫോട്ടോ ചാനൽ. റോസ്റ്റഡ് എഗ് ബ്രെഡാണ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇന്ന് എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടോ. ഇന്ന് നമ്മൾ പോവുകയാണ് ഈദിന്. കാശ്മീരിൽ നല്ല രസമായിരിക്കും, അപ്പോൾ കാശ്മീരിലേക്ക് പോകാൻ തീരുമാനിച്ച്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ വിടും. കാറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടിയെടുത്ത് മാറ്റി. കോഴിമുട്ട ചെറുതായിട്ട് പഞ്ചസാര ചേർത്തിൻ്റെ ഒരു ഇളം മധുരത്തിന്, പിഞ്ച് ഓഫ് ഷുഗർ, പിന്നെ ഏലക്കായ പൊടിച്ചത്, വാനില എസൻസ്, ഇത്രയും സാധനങ്ങളാണ്. നമ്മളെ ബ്രെഡ് ഇതിൽ വെറുതെ മുക്കിയെടുക്കുകയല്ല, സോക്ക് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡും ഇതിൽ റോസ്റ്റ് ചെയ്യും. ബട്ടറാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് അടുത്ത് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ തണുത്തു പോവും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു മിനി കാസറോളുണ്ട്. ആദ്യം തന്നെ കുറച്ച് പാളി അധികം സോക്കായി പോയിട്ട് ബ്രെഡ് പൊട്ടിപ്പോയി. നമുക്ക് രണ്ടാമത്തെ അത്ര സോക്ക് ചെയ്യണ്ട. ഇനി ഞാൻ വാങ്ങി ബ്രെഡ് അത്ര പോരട്ടോ, പെട്ടെന്ന് പൊടിഞ്ഞുകൊണ്ട്. തീച്ചിരി കുറയ്ക്കാം. ഒരു കുക്കിംഗ് ചാനലായി പോകണ്ടോ നമ്മളത്. നിങ്ങൾ വീഡിയോയിൽ കാണണ്ട അറിഞ്ഞൂടാ, മഞ്ഞ് പെയ്തുപോ. ഫ്യൂ ഡ്രോപ്സാണ് നമ്മളെ മേലെത്തുമ്പോൾ അലിഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ മഞ്ഞായിട്ടാണ് വീഴുന്നത്. ഇന്നും നമ്മൾ കോഫി ഉണ്ടാക്കുന്നത്.
നമ്മൾ ക്യാമ്പ് ചെയ്ത് അടിപൊളി സ്പോട്ടായിരുന്നു കേട്ടോ. ഏതായാലും ഇനിയും ഇതിലെ പാസ് ചെയ്യുന്ന സമയത്ത് ഇനിൻ്റെ ഒരു താവളമായിരിക്കുന്നത്. നമ്മുടെ ബാറ്ററി രാവിലെ ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 0 ആയിരുന്നു, ചാർജിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ശ്രീനഗറിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. വൈകുന്നേരം ഒരു കാർഗിലെങ്കിലും പിടിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ ശ്രീനഗർ എത്താം. ഇത് ഞാൻ 2 വ്ളോഗായിട്ടില്ല, ഒറ്റ വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ ശ്രീനഗർ എത്തുന്ന വരെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗിൽ ആദ്യമായിട്ട് 2 ദിവസം വരാൻ പോവാണ്. കാർഗിലേക്ക് ഇവിടുന്ന് 7 മണിക്കൂറാണ് കാണിക്കുന്നത്. നമ്മളിന്ന് മിക്കവാറും സ്റ്റേ ചെയ്യുക. നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഓവർലാൻഡിങ് സെറ്റപ്പിൻ്റെ ടൂർ വീഡിയോ ചെയ്ത ആ സ്ഥലമല്ലേ, ഒരു മൊണാസ്ട്രിയുടെ മുമ്പിൽ, മുൽബേക്ക് സെർദുങ് മൊണാസ്ട്രി, അവിടെ ആയിരിക്കും നമ്മളിന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുക. ഞാനിപ്പോൾ കാശ്മീരേക്ക് പോകുന്നതിന് 3 ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തത് ഈദാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ച് പൊളിക്കുക, നല്ല ഫുഡൊക്കെ കഴിക്കുക. രണ്ടാമത്തെ കാരണം ഇപ്പോൾ ചെറി സീസണാണ്. ചെറി സീസണിൽ കാശ്മീരിൽ എത്തുക എന്നുള്ളതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവങ്ങളിലൊന്നാണ്. ഭയങ്കര രസമാണ് ഈ മരത്തു നിന്നൊക്കെ ചെറി ഇങ്ങനെ പറിച്ചെന്നാണ്. പിന്നെ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടാത്ത ഒരു പ്രത്യേക തരം വെറൈറ്റി ഓഫ് ചെറി ഉണ്ട്, മഖ്മൽ എന്നാണ് അതിനെ അവർ വിളിക്കൽ. ഈ സാധനം ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സ്വീറ്റാണ്. അത് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ നാവ് ചുവന്ന കളറല്ലേ, ബീട്രൂട്ടിൻ്റെ കളറാവും. അപ്പോൾ ഇത് ബോക്സിലാക്കി മാർക്കറ്റിൽ എത്തിക്കുമ്പോഴത്തേക്ക് ഈ സാധനം കേടുവന്നു പോകും. അതുകൊണ്ട് ഇതൊരിക്കലും മാർക്കറ്റിൽ ഉണ്ടാവില്ല. അതുപോലെ ആളുകൾ ഇതിനൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ ഇത് കൃഷി ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ ഫ്രണ്ടിൻ്റെ തോട്ടത്തിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് 1-2 മരങ്ങളുണ്ട്. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ അത് കഴിക്കണം. പിന്നെ മൂന്നാമത്തെ കാരണം, ഇറ്റ്സ് എ പ്രൊഫഷണൽ റീസൺ. നമ്മുടെ ഗുൽമാർഗിന്റെ പേരിന്റെ അർത്ഥം വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്. ഗുൽമാർഗിൽ ലൂപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള, ലൂപ്പിനാണോ ലൂപ്പൈൻ ആണോ പറയാനറിയില്ല, ഇതിൽ ലൂപ്പിൻ എന്നാണ് ഞാൻ പറയല്. ലൂപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക തരം ഫ്ലവർ ഉണ്ട്. ഐസ്ലൻഡിലെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ ആ ഫ്ലവർ കണ്ട് പരിചയമുണ്ടാവും. ഞാൻ മുമ്പേ ഗുൽമാർഗിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ഫോളോവേഴ്സിനും ആ സംഭവം കണ്ട് പരിചയമുണ്ടാവും. അപ്പോൾ ലൂപ്പിൻ ഫ്ലവേഴ്സിന്റെ സീസൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്യൂ വീക്സ് ഉണ്ടാവുള്ളൂ, 1-2 ആഴ്ച കൊണ്ട് അത് കരിഞ്ഞു പോകും, അത് കായയായി മാറും. അപ്പോൾ അതിനു മുമ്പ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറ ബ്രാൻഡ് ഉണ്ട്, പേര് ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടുന്ന് കുറച്ച് കോണ്ടന്റ് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ അല്ലെങ്കിൽ പ്രൊഫഷണൽ റീസൺ. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ കാശ്മീർ പോകുന്നത്. പോയി ഈ സംഭവങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ചു വരും കേട്ടോ. എന്നിട്ട് നമ്മുടെ ലഡാക്ക് ട്രിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പിന്നെ കാശ്മീരിലെ സംഭവങ്ങൾ ഞാൻ ഡെയിലി വ്ളോഗായിട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഞാനിപ്പോഴും അത് അൺഡിസൈഡഡ് ആണ്. ആപ്പിള് നല്ല ഭംഗിയുള്ള റോഡിലെ അടിപൊളി വ്യൂ അല്ലേ റോഡിന്ന്. നമ്മൾ സുമോറിയും ഹാൻഡിലൊന്നും പോകാത്തതുകൊണ്ട് നമ്മുടെ എക്സ്ട്രാ നമ്മൾ കരുതിയ ഡീസൽ ആവശ്യം വന്നില്ല കേട്ടോ. എപ്പോഴും അവിടെ ക്യാനത്തിനുണ്ട്. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിരുന്നല്ലോ, അതിൽ തന്നെ 1/4 ഭാഗം പെട്രോൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ലഡാക്ക് തിരിച്ചെത്തുമ്പോഴത്തേക്ക് അത് 1/2 ഭാഗമായിരിക്കും. പിന്നെ നമുക്ക് ഈ പോക്കിൽ പറ്റിയാലൊരു ഫോട്ടോയും ഡെലിവറി ചെയ്യാനുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഞാൻ വന്നപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ്. കാർഗിലുള്ള ഒരു കുട്ടിയാണ്. ഞാൻ അന്ന് നാറ്റ്ജിയോൻ്റെ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ ആ നാറ്റ്ജിയോ ക്യാമ്പയിൻ ആ വീഡിയോയിലൊക്കെ ഈ കുട്ടീനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവനും ഇവൻ്റെ ആൻറ്റിയും കൂടെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടു, സംസാരിച്ചു, മിങ്കിൾ ചെയ്തു. അങ്ങനെ നമ്മൾ ആ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ 2 ഫോട്ടോസ് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. എനിക്ക് ആ സ്ഥലം കൃത്യമായിട്ട്, ഞാൻ സാധാരണ എല്ലാ സ്ഥലങ്ങളും ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ മാപ്പിൽ മാർക്ക് ചെയ്യലുണ്ട്. ഇത് ഞാൻ 2ഉം ചെയ്തിട്ടില്ല. എനിക്ക് ഏകദേശം ഞാൻ ഏത് വഴി പോയപ്പോഴാണ് അവരെ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നാളെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക്, നാളെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോൻ്റെ പകുതിക്ക് ശേഷം ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പോയിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കലും ചില ആൾക്കാർ കമൻറ്റ് ചെയ്യലുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളെ വീഡിയോ അധികം ആളുകൾ കാണാത്തത്, അടിപൊളി വീഡിയോ ആണല്ലോ, മില്യൺ വ്യൂ എന്തുകൊണ്ട് കിട്ടുന്നില്ല, എന്തുകൊണ്ട് ഇത് വൈറലാവുന്നില്ല, വീഡിയോ ഉണ്ടാക്കുന്നത് നിർത്തരുത് എന്നൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യലും മെസ്സേജ് ചെയ്യലുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും വൈറലാവാത്തതിന് കാരണം ഒരുപക്ഷെ ഞാനൊരു വീഡിയോ വൈറലാവാൻ അൽഗോരിതത്തിന് ഇഷ്ടപ്പെടണം. അപ്പോൾ അൽഗോരിതത്തിന് ഇഷ്ടപ്പെടേണ്ട ഗിമ്മിക്കുകളോ അല്ലെങ്കിൽ ഓവർ ഹൈപ്പ് ഉണ്ടാക്കുന്ന സംഭവങ്ങളോ കോണ്ടന്റിനായിട്ടുള്ള കാട്ടിക്കൂട്ടലുകളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മുടെ കോണ്ടന്റുകളൊന്നും വൈറലാവാത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ കാണുകയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് വീഡിയോ പറ്റുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക,
മനസ്സിൽ വരുന്ന നിങ്ങളുടെ ജെനുവിൻ ഫീഡ്ബാക്ക് എന്താണോ അത് കമൻറ്റ് ചെയ്യുക. പല ആളുകളും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഫീഡ്ബാക്ക് അയക്കാറുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ, പക്ഷെ അതുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ കാര്യമൊന്നും വരാനില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ അയക്കുന്ന മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ കമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അതിനിപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം. ഞാൻ എൻ്റെ എല്ലാ കമൻറ്റുകൾക്കും സമയം കണ്ടെത്തി റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മറ്റ് ഗിമ്മിക്കുകളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത്തരം ഒരു ഓർഗാനിക് വേ മാത്രമേ ഉള്ളൂ നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് വരണമെങ്കിൽ. അപ്പോൾ യെസ്, അത് മനസ്സിൽ വയ്ക്കാം. പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് യാതൊരു ഇൻകം ഇല്ല കേട്ടോ. ഇത്രയും കാലമായിട്ട് യൂട്യൂബിൽ നിന്ന് ₹1 പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഇൻകം വെച്ചിട്ടല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നതൊന്നും. എൻ്റെ വർക്കുകളെല്ലാം ഇൻസ്റ്റാഗ്രാം ബേസ്ഡോ അല്ലെങ്കിൽ ഓഫ്ലൈൻ വർക്കുകളോ ആണ്. ഓഫ്ലൈൻ വർക്ക് എന്ന് പറയുമ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും അല്ലാതെ മറ്റ് കമ്പനികൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടൊരു ഷൂട്ട് ചെയ്യുമല്ലോ, അത്തരം വർക്കിനെയാണ് ഞാൻ ഓഫ്ലൈൻ വർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളാണ് നമ്മുടെ ഇൻകം സോഴ്സുകൾ. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിന് എനിക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ യൂട്യൂബിലേക്ക് കോണ്ടന്റ് ഇടുക എന്ന് വെച്ചാൽ അത് വലിയൊരു മെനക്കേടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് എനിക്കൊരു മെൻ്റലി മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ യൂട്യൂബ് ഗ്രോത്ത് മസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും യൂട്യൂബിൽ ഞാൻ വല്ലപ്പോഴും വീഡിയോ ഇട്ടുകൊടുക്കും. പക്ഷേ ഇത് നിങ്ങൾ ചെയ്ത് യൂട്യൂബിൽ വീഡിയോ കത്തി കയറുകയാണെങ്കിൽ അതെനിക്ക് കുറച്ചും കൂടെ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ, കാരണം ഇത് ഇച്ചിരി മെനക്കേടുള്ള പരിപാടിയാണ്. ഇത് ഷൂട്ട് ചെയ്യണം, 3-4 മണിക്കൂർ ചിലവാക്കി ഇത് എഡിറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ 4K ഫുൾ ക്വാളിറ്റിയിലാണ്. അപ്പോൾ അപ്ലോഡിനും 2-3 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇത്രയും സമയം ചിലവാക്കണമെങ്കിൽ അതിനൊരു മോട്ടിവേഷൻ വേണമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഏതെങ്കിലും കത്തിക്കയറുകയാണെങ്കിൽ അതെനിക്കൊരു ബെറ്റർ മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. ഇതേ ഒരു ടാറ്റ ഹാരിയർ ലോറി പിടിച്ചു പോകണം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു സോങ് സജഷൻ തന്നിരുന്നു, ഒരു രാജസ്ഥാനി പാട്ട്. അപ്പോൾ അത് കേട്ടിട്ട് കുറച്ച് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു, അടിപൊളി പാട്ടാണ്, നല്ല പാട്ടാണെന്ന്. ഞങ്ങൾക്ക് വേറൊരു നിങ്ങൾ കേൾക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത ഒരു സോങ് സജഷനും കൂടി തരാം. ഞാൻ 2022 മണിപ്പൂർ പോയപ്പോൾ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ പ്രാദേശിക മ്യൂസിക്കുകൾ ഞാൻ കേൾക്കാൻ ശ്രമിക്കലുണ്ട്. അങ്ങനെ എനിക്ക് പല സ്ഥലത്തും ഫേവററ്റ് സോങ്ങുകളുണ്ട്. അങ്ങനെ മണിപ്പൂരിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. മണിപ്പൂരിലുള്ള പല ട്രഡീഷണൽ ഉപകരണങ്ങളുമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മണിപ്പൂരിലെ പല സോങ്ങുകളും നമ്മൾ കേൾക്കുമ്പോൾ അത് വെസ്റ്റേൺ ടച്ചുള്ള അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ സോങ്ങിൻ്റെ ഒരു കോപ്പി ആയിട്ട് നമുക്ക് തോന്നും. അത് മണിപ്പൂരിൽ നിന്നല്ല, മൊത്തം നോർത്ത് ഈസ്റ്റിലൊക്കെ ഒരു വെസ്റ്റേൺ കൾച്ചറാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സോങ്ങിനൊക്കെ ആ ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഈ പാട്ട് കുറച്ചും കൂടെ ഒരു ട്രഡീഷണൽ സൈഡിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടാണ്. പാട്ടിൻ്റെ പേര് നിങ്ങൾ യൂട്യൂബിൽ തന്താ സ്റ്റുഡിയോ, ഒരു സ്റ്റുഡിയോക്ക് ഇടാൻ പറ്റിയ പേരില്ലേ, TANTHA ആണ്. തന്താ സ്റ്റുഡിയോ മിസ്റ്റ്ന, MISTNA, മിസ്റ്റ്ന എന്നാണ് ആ പാട്ടിൻ്റെ പേര്. കേട്ടു നോക്കുക, അടിപൊളി പാട്ടാണ്. നിങ്ങൾക്ക് ഒന്നാമത്തെ കേൾക്കൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു 2-3 പ്രാവശ്യം എനിക്ക് വേണ്ടിയിട്ടൊന്ന് സഹിച്ച് കേട്ട് നോക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരക്ഷരം പോലും മനസ്സിലാവില്ലെങ്കിലും അതിൻ്റെ മ്യൂസിക് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ലേ എത്താനായി. ഇതെങ്ങനെയുണ്ട് ഈ ഒരു പെർസ്പെക്റ്റീവ്? ഞാൻ ഇവിടെ ഒരു സ്റ്റിക്കർ മൗണ്ട് ഉണ്ട്. ആ സ്റ്റിക്കർ മൗണ്ടിൽ വെച്ചിട്ടാണ് സാധാരണ ഞാൻ വീഡിയോസ് എടുക്കൽ. അപ്പോൾ എനിക്ക് പുതിയ Insta360 കൂടെ ഒരു സ്റ്റിക്കർ മൗണ്ട് കൂടി കിട്ടി. അത് ഞാൻ അപ്പുറത്ത് ഒട്ടിച്ച്. നിങ്ങൾക്ക് ചില്ല് കാണുന്നുണ്ട് അറിഞ്ഞൂടാ. അപ്പം മഴ പെയ്യുന്നുണ്ട്, ലേല് ചെറുതായിട്ട് പൊടിയുന്നേ ഉള്ളൂ. അതായത് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ മഴ കാണുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ അങ്ങോട്ട് നിർത്താം. ഇവിടുന്ന് കഴിക്കാം നമുക്ക് ഫുഡ്. സിറ്റി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇൻഡസ് വാലി വ്യൂ പോയിന്റ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. സാധാരണ ബൈക്കിൽ വരുന്ന ടൂറിസ്റ്റുകൾ എല്ലാവരും നിർത്തിയിട്ട് കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ്. വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇൻഡസ് വാലി വ്യൂ പോയിന്റ് അല്ലേ? എനിക്ക് തെറ്റിയോ? ഗുപ്പുക്സ് വ്യൂ പോയിന്റ്. ഞാൻ മുമ്പ് വന്നപ്പോൾ മനസ്സിലാക്കിയ തെറ്റിപ്പോയതാണ്. അതിൽ ഇൻഡസ് വാലിയാണ് നമ്മൾ കാണുന്നത്. ദിസ് ഇസ് ദ വ്യൂ. നമ്മൾ ഇത്ര നേരം ഡ്രൈവ് ചെയ്ത് വന്നത് ഈ ഒരു നദിയുടെ കര പിടിച്ചിട്ടാണ്. ഞാൻ ഫസ്റ്റും സെക്കൻഡും 2 പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്താണ്. ഇപ്രാവശ്യം, അതായത് 3rd ടൈം വന്നപ്പോൾ നിർത്തി ഫോട്ടോ എടുത്തില്ല. കാരണം ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് രാത്രിയാണ്.
ഇതുവരെ വന്ന വഴിയും ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം നമുക്ക് ചുറ്റുള്ള സംഭവങ്ങളൊന്നും കാണിക്കാൻ പെർമിഷൻ ഇല്ല. മിലിറ്ററി ഏരിയ ആണ്. ശരിക്കും ഇവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. ഇതിപ്പോൾ ക്യാമറ എൻ്റെ നേരെ തിരിച്ചു വെച്ചുകൊണ്ട് പ്രശ്നമില്ല. ഇതൊക്കെ കുറേ ആൾക്കാർ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് റോഡിൻ്റെ 2 സൈഡിലും നോക്കിയാൽ കാണാം ടയർ ട്രാക്കുകൾ കാണാം. ആളുകൾ ഇതിൽ ഓഫ് റോഡ് കളിക്കാറുണ്ട്. ഈ വളവും കൂടി കഴിഞ്ഞാൽ നമ്മളൊരു പോപ്പുലർ സ്പോട്ടിലെത്തും, മാഗ്നറ്റിക് ഹില്ല്. ഒരാൾക്കൂട്ടം കാണുന്നില്ല നിങ്ങൾ, വണ്ടിയും ട്രാഫിക്കൊക്കെ. ഈ സ്ഥലമാണ് മാഗ്നറ്റിക് ഹിൽ. ഇതൊരു പോപ്പുലർ ടൂറിസ്റ്റ് സ്പോട്ടാണ്. 2 റിവറുകൾ ക്രോസ് ആവുന്ന സ്ഥലമാണ്. നമ്മൾ ഇത്രയും നേരം ഫോളോ ചെയ്തുകൊണ്ട് വന്ന ഇൻഡസ് റിവറാണിത്. ഈ വരുന്നത് സൻസ്കാർ റിവറാണ്. സൻസ്കാറിലേക്കുള്ള റോഡാണിത്. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ പണി ഫുള്ളായിട്ടില്ല. ഇപ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല. ഈ 2 റിവറും കൂടെ സംഗമിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു വ്യൂ പോയിന്റിനെ സംഗം വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് വേഗം വിടാം. ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ പിടിക്കേണ്ടതാണ്. സൻസ്കാറിലേക്ക് ഈ റോഡ് തുറന്നാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. സൻസ്കാർ, അതുപോലെ ഗൊംബോറഞ്ചൻ എന്ന് പറഞ്ഞൊരു, ഗൊംബോറഞ്ചൻ തന്നെ അല്ലേ? യെസ്, ഗൊംബോറഞ്ചൻ മൗണ്ടൻ ഉണ്ട്. അതിൻ്റെ മൂട്ടിൽ പോയിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാനുള്ളതാണ്. അവിടെയൊക്കെ പോവാൻ ശരിക്കും കറങ്ങിയിട്ട് വേണം പോകാൻ. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഏകദേശം പകുതി അല്ലെങ്കിൽ ഒരു 30-40% ഡിസ്റ്റൻസ് കൊണ്ട്, ആ റോഡിൻ്റെ ഡിസ്റ്റൻസ് കൊണ്ട് നമുക്ക് ഇതിലെ ആ സ്ഥലത്തെത്താൻ പറ്റും. കഴിഞ്ഞ വർഷം നമ്മൾ പോകാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു. ഞാനും എൻ്റെ ഫ്രണ്ട് ബാസിത്തും ആയിരുന്നു ബൈക്കിലുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് പകുതി ദൂരം പോകാനേ പറ്റിയുള്ളൂ. അപ്പോഴത്തേന് ഞങ്ങൾ ആകെ ഡെഡായിട്ട് ഞങ്ങൾ തിരിച്ചു പോന്ന് പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയാണ് ഇപ്രാവശ്യം. അപ്പം അന്ന് ഞങ്ങൾ കാർഗിൽ വഴി ഇങ്ങനെ കറങ്ങി പോകണം. അതാണ് അന്ന് ഉണ്ടായിരുന്ന റോഡ്. ഇത് അന്ന് ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ ക്ലോസ് ആണ്, അങ്ങോട്ട് എത്തൂല എന്ന് പറഞ്ഞു. പിന്നെ നാഷണൽ ഹൈവേ, നമ്മുടെ നാട്ടിൽ NH-66 ഉണ്ട്. അതുപോലെ ഒരുപാട് നാഷണൽ ഹൈവേകളുണ്ടല്ലോ. ഈ NH-1 എങ്ങനെ ഉണ്ടാവും നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ NH-1 നമ്മൾ ഇതുവരെ വന്നതും ഇനി അങ്ങോട്ട് പോകുന്നതും. നമ്മുടെ ശ്രീനഗറിനെയും ലഡാക്കിനൊക്കെ കണക്ട് ചെയ്യുന്നത് NH-1 ആണ്. ഇതൊരു സ്ട്രെയിറ്റ് റോഡാണ്, ലോങ് സ്ട്രെച്ച് സ്ട്രെയിറ്റ് ആണ്. ഇതും ഇവിടുത്തെ ഒരു പോപ്പുലർ സ്പോട്ടാണ്. ഒരുപാട് ബൈക്കേഴ്സൊക്കെ വരുമ്പോൾ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നൊരു സ്ഥലമാണ്. റെസ്പെക്ട്. ഒരു ഫോറിനറാണത്. പുള്ളിക്ക് കാലിന് സ്വാധീനമില്ല, കൈകൊണ്ട് ഇങ്ങനെ തിരിച്ചിട്ടാണ് മൂപ്പർ പോകുന്നത്. റെസ്പെക്ട്. അത് പുള്ളിയുടെ പാർട്ട്ണർ ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന്. അതേപോലെ കൈകൊണ്ട് തിരിച്ചു പോകുന്ന ഒരാളും പിന്നെ ഒരു ലേഡി നോർമൽ സൈക്കിളിൽ ഞാൻ കണ്ടിരുന്നു. എവിടുന്ന് വന്നു, കാർഗിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണോ ഇനി ലഡാക്കിൽ എവിടുന്നോ ആണോ എന്ന് ഓർമ്മയില്ല, കണ്ടിരുന്നു. ഒരു പ്രത്യേക കളർ പാറ കാണുന്നില്ലേ, അത് മൂൺ ലാൻഡ് ആണ്. ആ സ്ഥലമാണ് ലാമായൂരു. ഇതും ഒരു പോപ്പുലർ സ്പോട്ടാണ്. നിങ്ങൾ ചുമ്മാ മൂൺ ലാൻഡ് എന്ന് അല്ലെങ്കിൽ ലാമായൂരു മൂൺ ലാൻഡ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസ് കാണാൻ പറ്റും. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ FPV ഡ്രോൺ ഇതിൻ്റെ അകത്ത് പോയി ക്രാഷായി. ഇത് വലിയൊരു വാസ്റ്റ് ഏരിയ ആണ്. അതിന് ഏറ്റവും ടോപ്പ് പോയിട്ട് ഇത് ക്രാഷായി. വീഡിയോ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല കിടില ഇടിയായിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കുറേ മലകളുടെ അപ്പുറത്താണല്ലോ. അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. പക്ഷേ എൻ്റെ റിമോട്ട് കൺട്രോളറും RCയും തമ്മിലുള്ള കണക്ഷന് സിഗ്നൽ വളരെ വീക്കായ ഒരു സമയത്ത് അതിൻ്റെ സിഗ്നൽ ഡിലേ ആയി. അപ്പോൾ ഡിലേ ആയപ്പോൾ ഞാൻ എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ചു നിർത്തിയിട്ട് വിഷ്വൽ എൻ്റെ നേരെയുള്ള ഏരിയ ആണ് കാണിക്കുന്നത്. പക്ഷേ അതൊരു ഡിലേഡ് വിഷ്വലായിരുന്നു. ആക്ച്വലി ഇതൊരു പാറയുടെ നേരെ തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഞാൻ മുമ്പോട്ട് പ്രസ് ചെയ്തപ്പോൾ ഇത് പോയിട്ട് ആ പാറയിലേക്ക് ഇടിച്ചു, ക്രാഷായി. കുറച്ചൊരു 10 സെക്കൻഡ് ഞാൻ സ്റ്റക്കായി പോയി. ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് പോയി തീർന്നെന്ന് വിചാരിച്ചു ഞാൻ. കാരണം അത്രയും ദൂരത്ത് അത് എവിടെയെന്ന് വെച്ചിട്ടാണ്. കാരണം എല്ലാ സ്ഥലവും ഒരുപോലെയാണ്. ഇതിൻ്റെ GPS ലൊക്കേഷൻ കിട്ടാനില്ല. ഇത് സാധാരണ GPS ലൊക്കേഷൻ കിട്ടേണ്ടതാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഈ സ്ഥലത്ത് നെറ്റ്വർക്കും ഇല്ല. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഡ്രോൺ എന്താക്കി, ഇതേ ഡയറക്ഷനിൽ വിട്ടിട്ട് ഏകദേശം ആ ഒരു പാറ കണ്ടുപിടിച്ചു. നമ്മുടെ രണ്ടാമത്തെ ഡ്രോൺ നോർമൽ ഡ്രോണാണ്. അതിൻ്റെ GPS ഒക്കെ ഓക്കെയാണ്, അടിപൊളിയാണ്. എങ്ങനെ അത് ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. അങ്ങനെ ഞാൻ മറ്റേ ഡ്രോൺ ക്രാഷായ ആ ഒരു ലൊക്കേഷനിൽ ഈ ഡ്രോൺ കൊണ്ടുപോയിട്ട് ഈ സെക്കൻഡ് ഡ്രോണിൻ്റെ GPS ലൊക്കേഷൻ ഞാൻ എടുത്തു. പിന്നെ ഞാൻ അങ്ങോട്ട് ട്രക്ക് ചെയ്ത് പോയി. ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ മുകളിൽ എടുത്തു അത് റിക്കവർ ചെയ്യാനായിട്ട്. ഇത് ലെപ്പേർഡുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ പണ്ട് ഏതോ നാഷണൽ ജോഗ്രഫിയിൽ ഏതോ ഇതിൽ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ഈ പുലി എന്ന് വെച്ചാൽ അതൊരു വലിയ പൂച്ച തന്നെയാണ്. അപ്പോൾ ഒരു പൂച്ചേൻ്റെ മനസ്സാണ് അതിന്. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു കല്ലൊക്കെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടലായിരിക്കും. അപ്പോൾ ഈ പണ്ട് കേട്ട പരിചയം വെച്ച് ഞാനിവിടെ നിന്നൊരു കല്ലെടുത്ത് കേട്ട് പരിചയം വെച്ച് ഞാനൊരു കല്ലെടുത്തിട്ട് അങ്ങോട്ട് ട്രക്ക് ചെയ്ത് ഭാഗ്യത്തിന് പുലീനൊന്നും കണ്ടില്ല, സാധനം തിരിച്ചു കിട്ടി. ക്രാഷായ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് അവിടെ നിന്നാണ് പറത്തിയിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ട് വണ്ടി ഇവിടെ വെച്ചു. എന്നിട്ട് ഞാൻ അങ്ങനെ നടന്നുപോയി. ഇന്നിപ്പോൾ എൻ്റെ
ചൂണ്ടുവരൽ നിൽക്കുന്ന ആ സ്ഥലമല്ലേ, അവിടെയാണ് ക്രാഷ് ആയത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ വീഡിയോയിൽ അടുത്ത പോലെ തോന്നുമായിരിക്കും, പക്ഷേ ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ ഇത് കാണുന്നത്ര എളുപ്പമല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് നടക്കാൻ പറ്റുന്ന സർഫസ് ആയിരിക്കുന്നു, പക്ഷേ പല ഭാഗങ്ങളും വളരെ കുത്തനെയായിരുന്നു. ഞാൻ വളരെ മെനക്കെട്ടിട്ടാണെങ്കിലും ഒക്കെ ട്രക്ക് ചെയ്ത് അങ്ങ് അവിടെ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു കുഴിയിലേക്കാണ് ഇത് വീണത്. ആ കുഴീൻ്റെ അകത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും വലിയ സ്റ്റീപ്പ് ഇതാണ്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാനും പറ്റില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഡ്രോണുമായിട്ട് അടുത്ത് കോൺടാക്റ്റ് വന്നല്ലോ. ഭാഗ്യത്തിന് ബാറ്ററി തീർന്നു വരുന്നില്ല. ഞാൻ ആ ട്രക്ക് ചെയ്ത് പോയ അത്ര സമയവും ഡ്രോൺ ഓണായിരുന്നു. അത് 20% ഇങ്ങനെ നിൽക്കുക. അവിടെ എത്തിയപ്പോൾ എനിക്ക് കണക്ഷൻ കിട്ടി. ഇത് ഡ്രോൺ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് പറത്തി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു, തിരിച്ചും കൂടെ നടന്നു വന്നു. തിരിച്ച് ഇറങ്ങലായിരുന്നു ബുദ്ധിമുട്ട്. നമ്മൾ കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഒരു കുത്തനെയുള്ള കയറ്റം ഇറങ്ങാനായിട്ട്. പക്ഷേ ഞാൻ ഇറങ്ങാൻ മറ്റൊരു വഴിയെടുത്തു. ഈ രണ്ട് മലയുടെ ഇടയിലൂടെ മഴക്കാലത്ത് വെള്ളം ഒഴുകി വരുന്ന ഒരു ചെറിയൊരു അരുവി വന്നിട്ടുള്ള ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അതിങ്ങനെ സ്റ്റെപ്പായിട്ടാണ്. അതിലെ ചെറിയ രീതിയിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട്, വഴുക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലെ ആ ഒരു വഴിക്കാണ് തിരിച്ചിറങ്ങിയത്. ഏതായാലും സാധനം കിട്ടി. അതുകൊണ്ടാണ് പിന്നീട് നമ്മുടെ പുക വാലിയിലെ നിങ്ങൾ കണ്ട എല്ലാ FPV ഷോട്ടുകളും പിന്നെ എടുത്തത്. കിട്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെയും പറത്തിട്ടോ ഇപ്പോഴല്ല. എന്നാൽ ഏതായാലും ഇതാണ് ലാമായൂരു ദ മൂൺ ലാൻഡ്. അന്ന് ക്രാഷായ സമയത്ത് ഇതിൻ്റെ ഏരിയൽ ഡിസ്റ്റൻസ് ഏകദേശം 800-900 മീറ്ററാണ് എൻ്റെ ഓർമ്മ. അതായത് 1 കിലോമീറ്ററിൽ താഴെ വരുള്ളൂ. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് നടക്കേണ്ടത് ഇങ്ങനെയല്ല, ഇങ്ങനെയും പിന്നെ ഇങ്ങനെയും നമ്മൾ പോകണം. പിന്നെ അത് മുഴുവൻ കളിമണ്ണാണ്. അപ്പോൾ ഇത് ഭയങ്കര സ്ലിപ്പറിയാണ്. ഇതിന്ന് സ്കിഡായി വരും. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കയറി ചെന്നിട്ട് നമുക്ക് കയറാൻ പറ്റാത്തത്ര സ്റ്റീപ്പ് എത്തുമ്പോൾ ചിലപ്പോൾ ആ വഴി തെറ്റാന്ന് മനസ്സിലാക്കി നമ്മൾ തിരിച്ച് മറ്റൊരു വഴി ട്രൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് ട്രൈ ആൻഡ് എററിന് ശേഷം കിലോമീറ്ററുകളോളം ഞാൻ നടന്നു. എൻ്റെ വാച്ചിൽ അതിനുള്ള ട്രാക്കറൊന്നുമില്ല, അതുകൊണ്ട് എത്ര ദൂരം നടന്നു എന്നറിയില്ല. പക്ഷേ ഏതായാലും വിത്തിൻ 3 hours നമ്മളത് റിക്കവർ ചെയ്തു. എന്തോ ഒരു ഇവൻറ്റ് കഴിഞ്ഞ് വരികയാണ്. ഏതോ ഒരു പ്രമുഖം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ലഡാക്കി ട്രഡീഷണൽ ഡ്രസ്സിട്ട ആൾക്കാരാണ് നമ്മുടെ മുമ്പിലെ വണ്ടിയിലുള്ളത്. ഗംഭീര വ്യൂ ആണ്. ഇവിടെ നിർത്തിയിട്ട് ഞാൻ വ്യൂ ഒന്ന് കാണിച്ചു തരാം. സൈഡിൽ നിന്ന് കൊണ്ട് കൊടും കാറ്റാണ്, നല്ല തണുപ്പ്. ഫ്രീസായിപ്പോയി. കോൾഡ് വിൻഡ്. കാറ്റിൻ്റെ ശക്തി എന്നൊക്കെ വെച്ചാൽ ഒരു ഡ്രോൺ നമ്മൾ പറത്തി അവിടെ വെച്ചാൽ ബും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പോവും. അത്രയും ഫോഴ്സിലാണ് വിൻഡ്. കാർഗിലിലേക്ക് കടന്നു. കാർഗിൽ ലഡാക്കിലൊരു ഡിസ്ട്രിക്റ്റ് ആണ്, അതിൻ്റെ ബോർഡറാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത്. ലാൻഡ്സ്കേപ്പിലെ ഓരോ അത്ഭുതങ്ങളെ. അടിപൊളി വ്യൂ കണ്ട് നിർത്തിയാണ് നമ്മൾ. വാ, എന്താ ഭംഗി വാലിൻ്റെ. അതിമനോഹരം എന്നല്ല എന്ത് പറയും. എന്ത് ഭംഗിയാണ് ഈ വില്ലേജിന്. ചില കാർട്ടൂണുകളൊക്കെ ഓർമ്മ വരിക. പണ്ട് ഹൈദി എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അതിലെ ലാൻഡ്സ്കേപ്പ് വേറെയാണ്, പക്ഷെ എനിക്ക് അതിലെ കുറേ സീനുകൾ ഓർമ്മ വരിക. നമ്മൾ ഈ ഭംഗിയുള്ള വില്ലേജുകളിലൊക്കെ വായിൽ നോക്കി ലേറ്റ് ആവുന്നുണ്ട്. പക്ഷെ സാറില്ല, ഇനി ഏകദേശം ഇത്ര സമയമുണ്ട്. ഇനി അരമണിക്കൂർ എത്തും. അങ്ങനെ ഒടുവിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ മുൽബൈക്കിലെത്തി. 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് വലത്തോട്ടൊരു ടേൺ എടുക്കാനുണ്ട്. അതാണ് മൊണാസ്ട്രി റോഡ്. ഇതാണ് നമ്മുടെ റോഡ്. ഇതിൽ കുറച്ചങ്ങോട്ട് പോകാനുണ്ട്.
ഇവിടെ ഒന്നും പൊതുവെ ടൂറിസ്റ്റുകളൊന്നും വരാത്തത്, അതുകൊണ്ട് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഏതാണ് ഈ മണ്ടൻ, ഇവൻ അങ്ങോട്ടാണ് പോണത്. ഇച്ചിരി സാഹസികമായ റോഡാണ്, പക്ഷേ വർത്തിട്ടാണ്. കാണുന്നതാണ് നമ്മുടെ മൊണാസ്ട്രി. അതിൻ്റെ സൈഡിലുള്ള ആ കുന്നിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാം. ടു ദി വ്യൂ പോയിന്റ്. അപ്പോൾ this is where we stay tonight. കാലാവസ്ഥ ഒന്ന് ഇച്ചിരി മോശമാണ്. മോശം എന്ന് പറയാൻ പറ്റുമോ, അതിൽ നല്ല തണുപ്പുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഏൾ ഗ്രേ ചായ ട്രൈ ചെയ്തോ? അടിപൊളി സാധനമാണ്. ഞാൻ മുമ്പേ വീഡിയോയിൽ പറഞ്ഞോ ഇല്ലയെന്ന് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം. ഗോൾഡൻ ടിപ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഏൾ ഗ്രേ ആണ് ഇത്. ആമസോണിലുണ്ട്, അടിപൊളിയാണ്. പെട്ടെന്ന് പുറത്ത് മഴ പെയ്ത് ഞാനൊരു വിധത്തിൽ ഡിന്നറിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി. നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റിയ, ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് സോയാ ചങ്ക്സ് തന്നെയാണ്. ഈ ടെൻറ്റിൻ്റെ അകത്തുനിന്ന് കുക്ക് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഇത് കണ്ടിട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കുക, തീ പിടിച്ചാലൊന്നും ചെയ്യാൻ പറ്റില്ല. ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും കുക്ക് ചെയ്യാൻ പാടില്ല, ഡേഞ്ചറാണ്. അപ്പോൾ ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ബട്ടർ ബ്രെഡ്, പുഴുങ്ങിയ കോഴിമുട്ട, ചായ. അതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പൂവല്ലേ നാല്. കാർഗിലൊരു കുട്ടീൻ്റെ ഫോട്ടോ എടുക്കാണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? അത് ഇപ്പോൾ നടക്കലുണ്ടാവില്ല, കാരണം ഇപ്പോൾ സമയം 10:30. നമ്മൾ കാർഗിൽ എത്തുമ്പോഴത്തേക്ക് ഒരു 12 മണി സമയമാവും. നമുക്ക് നൈറ്റ് ആവുന്നതിന് മുമ്പ് കാശ്മീർ പിടിക്കണം. കുട്ടീനെ തപ്പിപ്പോയാൽ 2-3 മണിക്കൂർ അങ്ങനെ പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഒരു ഈവനിങ് ടൈമിൽ പോകുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ. ആളുകളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ കാർഗിലിൽ നിന്നിട്ടൊരു ഈവനിങ് ടൈമിൽ കുട്ടിയെ കാണാൻ പോവാം. ഇന്നലെ രാത്രി മഴ ചാറി എന്ന് പറഞ്ഞല്ലോ, അത് ഏകദേശം ഒരു 20-30 മിനിറ്റോളം മഴ ഉണ്ടായിരുന്നു. ചെറിയ ചാറിലായിരുന്നു, നമ്മുടെ ടെൻ്റൊക്കെ നനഞ്ഞു. പക്ഷെ രാത്രി ആയപ്പോഴത്തേക്ക് സ്കൈ ഒക്കെ ക്ലിയർ ആയി. നിങ്ങൾ കണ്ട നൈറ്റ് ലാബ്സ് ഇല്ലേ, ആ മഴ പെയ്യുന്നതുകൊണ്ട് ആ നൈറ്റ് ലാബ്സ് നല്ല നീറ്റായിട്ട് കിട്ടിയത്. പിന്നെ അതിന് ശേഷം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ക്യാമറ പുറത്ത് വെച്ചായിരുന്നു ആ നൈറ്റ് ലാബ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു മഴ പെയ്യോ, ക്യാമറ നനയോന്നൊക്കെ. പക്ഷെ ഒന്നും ഉണ്ടായില്ല, ഇറ്റ് വാസ് ഫൈൻ. രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ടെൻറ്റും ഡ്രൈ ആയിരുന്നു, കാറ്റൊക്കെ അടിച്ചിട്ട്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കാർഗിൽ സെൻറ്ററാണിത്. ഇവിടുത്തെ ഏറ്റവും തിരക്കുള്ള റോഡുകളിൽ ഒന്നിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ലേ ടു കശ്മീർ റോഡ് ഭയങ്കര ഫൺ റോഡാണ്, ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമാണ്. റോഡിൻ്റെ കണ്ടീഷൻ കൊണ്ടാണെങ്കിലും റോഡിൽ നിന്ന് കാണാനുള്ള വ്യൂവിൻ്റെ ഭംഗി കൊണ്ടാണെങ്കിലും പിന്നെ ഇതിലിങ്ങനെ വളവുകൾ ഇങ്ങനെ വളഞ്ഞ് പോകുന്ന ആ ഒരു രസമുണ്ടല്ലോ, അതാണെങ്കിലൊക്കെ ഭയങ്കര രസമാണ്. ആകച്ചിരി ബുദ്ധിമുട്ടുള്ള ഏരിയ സോജില പാസ്സാണ്. അത് പിന്നെ ഒരു മൗണ്ടെയിൻ പാസ്സാണല്ലോ, പല സ്ഥലത്തും നാരോ റോഡാണ്. ടൂറിസ്റ്റുകൾ അങ്ങോട്ടായിട്ട് വരുന്ന ടൂറിസ്റ്റുകളുണ്ട്, ട്രാഫിക് ഉണ്ടാവും. അതുകൊണ്ട് സോജില പാസ് മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബാക്കി അതിന് മുമ്പും ശേഷമുള്ള റോഡൊക്കെ ഭയങ്കര ഫണ്ണാണ് ഡ്രൈവ് ചെയ്യാൻ. വാ, എന്ത് ഭംഗിയുള്ള വയലുകളല്ലേ. ഒരു യൂറോപ്യൻ ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നുണ്ട്. കാർഗിലുള്ള ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ ഇതുവരെ ഇവിടെ വന്ന് താമസിച്ചിട്ടില്ല, വരണം. ഇവിടെ ഒരു 5-6 ദിവസം ഇവിടെ നിൽക്കണം. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. വാ, ഓരോ സ്ഥലത്തിൻ്റെ ഓരോ ഭംഗി.
പാന്ത്രാസ് എന്നാണ് ഈ ഒരു വില്ലേജിന്റെ പേര്. മറ്റേത് ദ്രാസ്, ഇത് പാന്ത്രാസ്. ലഡാക്കിന്റെയും കശ്മീരിന്റെയും അതേപോലെ സോജില പാസിലേക്കും കയറുന്ന ബോർഡറാണിത്. നമ്മൾ ആ ബോർഡർ ക്രോസ് ചെയ്തത്. പതിവ് പോലെ സോജില പാസിൽ നമ്മൾ ബ്ലോക്ക് പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിലുള്ള ഗ്ലേഷ്യറിൽ കുറേ ആളുകളെ കാണുന്നുണ്ടോ? ഇത് പെർമനന്റ് ഐസ് ഉള്ള സ്ഥലമാണ്. ഇവിടെ ഏത് സമ്മറിലും ഐസ് ഉരുകില്ല. അതേപോലെ എവിടെയെങ്കിലും കുറച്ച് ഐസ് ഉണ്ടാവും. ഈ സമ്മറിൽ സ്നോ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്നോ കാണാനൊക്കെ വേണ്ടി കശ്മീരിൽ വരുന്ന ആൾക്കാരെ ടൂർ ഓപ്പറേറ്റേഴ്സ് നേരെ ഇങ്ങോട്ടാണ് കൊണ്ടുവരിക. ഭയങ്കര അത്ഭുതമായിരിക്കുന്നില്ല ഈ കാഴ്ചകൾ കാണാനായിട്ട്. പ്രത്യേകിച്ച് ആ പാറയിലെ പാറ്റേൺസ് ഒക്കെ നോക്കും. ഇതുപോലുള്ള പാറക്കെട്ടുകളും അതേപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് ഫോം ആയതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ 2 കൊല്ലം മുമ്പേ സ്പിത്തി വാലി എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ ജിയോഗ്രഫി അറിയാൻ താല്പര്യമുള്ള ആളുകൾ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോൻമാർഗ് വാലിയാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇതും സമ്മറിൽ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ സോൻമാർഗ് ക്രോസ് ചെയ്തു. സോൻമാർഗ് കഴിഞ്ഞാലുള്ള ഒരു 10-20 കിലോമീറ്റർ ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഭംഗി പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. കാണിച്ചു തരാം ഞാൻ. പ്രത്യേകിച്ച് നമ്മൾ ഈവനിങ് ലൈറ്റിലാണല്ലോ അവിടെ എത്തിയത്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഭംഗി. വാ, ഇരുടാവാനായി ഇനി ശ്രീനഗറിലേക്ക് 56 കിലോമീറ്റർ കൂടിയുള്ളൂ. കുന്നും മലയൊക്കെ കുറഞ്ഞ് നല്ല നിരപ്പായ കൃഷിസ്ഥലങ്ങളാണ് നമ്മളെ ചുറ്റുള്ളത്. ഇവിടുത്തെ വീടുകൾക്കെല്ലാം ചെരിഞ്ഞ റൂഫാണ് ഉണ്ടാവുക. മഞ്ഞ് പെയ്ത് കഴിയുമ്പോൾ അത് ഒലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കശ്മീരിൽ അധികം വീടുകളും പുറത്തുനിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തേക്കാത്ത വീട് അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്ടിക പുറത്തേക്ക് കാണുന്ന വീടായിട്ടാണ് ഇവരുണ്ടാക്കുക. ഇവർ മോടി മുഴുവൻ കൂട്ടുക വീടിൻ്റെ ഉള്ളിലാണ്. ഉള്ളിൽ മരങ്ങൾ പതിക്കുക, അതേപോലെ കാർപ്പറ്റ് ഇടുക, അങ്ങനെ ഉള്ള പൈസ മുഴുവൻ ചിലവാക്കുക ഇവർ വീടിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് എന്താ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വീടുകളൊക്കെ പണി തീരാത്ത വീടുകളാണെന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരു തരക്കേടില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ വീടിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ഗംഭീര സെറ്റപ്പായി. സമയം 9:15. നമ്മൾ ഒടുവിൽ ആബിദിൻ്റെ സ്ഥലത്തെത്തി, പാംപൂർ. യോ ബ്രോ. വലൈക്കും അസ്സലാം. I'm good. Yo Abid. What's up? You're part of my daily vlog now. നമ്മൾ വണ്ടി ആബിദിൻ്റെ വീടിൻ്റെ ഉള്ളോട്ട് പാർക്ക് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ കസാരൊന്നും കണ്ടിട്ട് ഇവിടെ ആരും കല്യാണം വിചാരിക്കണ്ട. ഇവർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്നൊരു കട ഉണ്ട്. നമ്മളൊന്ന് മുടി കെട്ടാൻ പോവാണ് അതിൻ്റെ കൂടെ. പെരുന്നാൾ പ്രമാണിച്ച് പെരുന്നാൾ സ്പെഷ്യൽ ഹെയർ കട്ട്. ബാർബർ ഷോപ്പിൽ മുടി കെട്ടാൻ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾ ആ വെയിറ്റിംഗ് ടൈമിൽ സോഫ്റ്റ് തിന്നാൻ തീരുമാനിച്ചു. ബ്രോ ദിസ് റിയലി ഗുഡ്. അപ്പോൾ കഴിഞ്ഞു. ലേന്ന് പുറപ്പെട്ട നമ്മൾ കശ്മീരിൽ ആബിദിൻ്റെ വീട്ടിലെത്തി. ഇനി ഇവിടുന്ന് ഈദ് ആഘോഷിച്ചിട്ട്, ഈദ് ആഘോഷിക്കുക പറഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കലാണ് പരിപാടി.
അത് കഴിഞ്ഞ് നമ്മൾ ലേലേക്കിനെ തിരിച്ചു പോയിട്ട് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യും. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ആഷിഖ് അസീം സൈനിങ് ഔട്ട്.